അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. ഇതിലേക്ക് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാം. ഇത് പെരിഞ്ചീരകം പൊടിച്ചെടുത്തതാണ്, അതൊരു 1/2 ടേബിൾ സ്പൂൺ. ലാസ്റ്റ് കറി മസാല ഒരു ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് പേസ്റ്റ് ആക്കിയത് 2 ടേബിൾ സ്പൂൺ. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് മാഗ്നേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം 1 മണിക്കൂർ ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കണം. നമുക്കതിൽ 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്കിത് കറി വയ്ക്കാനായിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായി മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂർ വെക്കുന്നതായിരിക്കും മാക്സിമം. 1 മണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത്. അരമണിക്കൂർ വെച്ചാലും മതി. പക്ഷേ 1 മണിക്കൂർ വെക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സ്പെഷ്യൽ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു 10 തണ്ട് വറ്റൽമുളക്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ നമ്മൾ സാദാ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും, സാദാ ജീരകം, നോർമലി നമ്മൾ പാചകത്തിനെടുക്കുന്ന ജീരകം. പിന്നെ 50 ഗ്രാം ബദാം പരിപ്പ്, അതുപോലെ തന്നെ 50 ഗ്രാം കാഷ്യൂനട്ട്. ആദ്യം നമ്മൾ പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന കുരുമുളക് നന്നായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയല്ല. അതിന് ശേഷം നമ്മൾ വറ്റൽമുളക്, നമ്മൾ ജീരകം, സാദാ ജീരകം, മല്ലിപ്പൊടിയാണ്. മല്ലി മുഴുവനായിട്ടുള്ളതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പൊടിയാണെങ്കിൽ സാരമില്ല, നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കാഷ്യൂനട്ടും ബദാമും ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം. 5 മിനിറ്റ് നന്നായിട്ട് ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുത്ത് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഇത് നന്നായിട്ട് ഫൈൻ പൗഡർ പോലെ പൊടിച്ചെടുക്കണം. നമ്മൾ സ്പെഷ്യൽ മസാലയ്ക്ക് വേണ്ടിയുള്ള പൊടികളെല്ലാം നമ്മളിപ്പോൾ മിക്സിയിലാക്കിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ച് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ച് എടുത്തിട്ട് വരാം. നമ്മൾ നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് കസ്തൂരി മേത്തി. ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് നമ്മളെ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഇനി നമുക്ക് കസ്തൂരി മേത്തി ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് നല്ല തിളച്ച ചൂട് വെള്ളത്തിൽ ഒരല്പം ഉപ്പിട്ട ശേഷം, ഇത്രയും ഉപ്പ് മതി, ഒരല്പം ഉപ്പിട്ട ശേഷം അതിലോട്ട് ഈ കസ്തൂരി നമുക്ക് എത്രയാണോ വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്, അത്രയും കസ്തൂരി മേത്തി ഇതിലിട്ട് വയ്ക്കണം. അതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലോട്ടിത് യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടർ, കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറും ഇതിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് സവാള, 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് 4 എണ്ണം ഒരു 1ൻ്റെ പകുതിയും കൂടെ ചേർത്തിട്ടുണ്ട്. 4 ഞാൻ ചേർത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുക്കാം. വലിയ സൈസ് ആയതുകൊണ്ടാണ് ഞാനൊരു 4 എണ്ണം എടുത്തത്. ഇത് ഇനി നമുക്ക് നന്നായിട്ട് വഴട്ടിയെടുക്കണം. ഇതിലോട്ട് 3 പച്ചമുളക് നടുവേ കീറിയതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴട്ടിയെടുക്കാം. നല്ലോണം വഴണ്ട് വരണം. നമ്മൾ സാധാരണ വഴട്ടുന്നതിനെക്കാട്ടി നല്ലപോലെ വഴണ്ട് നല്ല ബ്രൗൺ കളറായി വരുന്നവർ നമുക്കിതിനെ വഴട്ടിയെടുക്കാം. നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് നന്നായിട്ട് വഴട്ടിയെടുക്കാവേ. ഇപ്പം നമ്മളെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ, ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവണം. അതുവരെ നമ്മൾ വഴറ്റണം. നമ്മൾ സാധാ ബ്രൗൺ കളർ ആവുന്നതിനെക്കാട്ടി നല്ല ബ്രൗൺ കളർ ആയാലേ നമ്മൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളിയാണ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഈ ഉള്ളി കിടന്നൊന്നും തക്കാളി കിടന്ന് 2 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് മാത്രം മതി, തക്കാളി പെട്ടെന്ന് വേവും. അതുകൊണ്ട് 2 മിനിറ്റ് നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വേവ് മതി. ഈ വേവിൽ നമ്മൾ തയ്യാറാക്കി വെച്ച സ്പെഷ്യൽ മസാലക്കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കാഷ്യൂനട്ടിൻ്റെയും ബദാമിൻ്റെയും എല്ലാത്തിൻ്റെയും പൊടി മിക്സ് ചെയ്ത് നമ്മളെ പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴൊക്കെ തീ നല്ല കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മളെ പൊടി കരിഞ്ഞു പോവും. തീ നല്ല കുറച്ച് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് 2-3 പേരിട്ട് വഴറ്റി കൊടുക്കാം. നമുക്കൊരു കപ്പ് ചൂടുവെള്ളം വീട്ടി കൊടുക്കാം. ചൂടുവെള്ളം വീട്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കിടന്ന് ഒരു 10 മിനിറ്റ് കിടന്ന് ജസ്റ്റ് ഒന്ന് കുറുകി തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഗ്രേവി കുറച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മളെ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ഇതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് അതിൻ്റെ അരക്കൂടെ മിക്സ് ചെയ്ത് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം. നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമ്മളെ ചിക്കൻ കറിക്ക് ഏറ്റവും വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണിത്, കസ്തൂരി മേത്തി. ഇത് നമ്മൾ 5 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിൽ, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ 5 മിനിറ്റ് വെച്ചിരുന്നതാണ് കസ്തൂരി മേത്തി. ഇത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങും. അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം.
10 മിനിറ്റ് ഇതിൽ കിടന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ കിടന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ചിക്കനിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങി വരും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ചിക്കനിലുള്ള വെള്ളം കൂടി വന്ന് നമുക്ക് നല്ല വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളം കൂടെ ഊറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം വറ്റി കാണും. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കസ്തൂരിമേത്തിയുടെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല വറ്റി കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. ഇതാണ് അമൂൽ ഫ്രഷ് ക്രീം. 250-ൻ്റെത്. നമുക്ക് ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുകുന്ന വരെ അടച്ച് വയ്ക്കാം. ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ പാകത്തിന് നല്ലതായിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇപ്പം ആ ഫ്രഷ് ക്രീമും ഇതൊന്നും ചേർന്ന് പെട്ടെന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി അമർത്തുക.